ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കളിക്കുന്നത് വസീകട്ടർ ഇന്തോനേഷ്യ മോഡാണ്. ഞാൻ ഇപ്പോൾ എടുത്തത് ജയ്ഗുരാണ്. എനിക്ക് ഓടിച്ചിട്ട് അത്ര പരിചയമില്ല, അതൊന്ന് തട്ടുകയും ചെയ്യും. ബാക്കി പറയുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. നല്ലോണം തട്ടും, ബസ് സൂക്ഷിച്ചോടിച്ചില്ലേ പണി കിട്ടും, ഉറപ്പാണ്. ഇന്ത്യയില് സിംഗം ബസ്സുണ്ട്, കൊമ്പനുണ്ട്, എല്ലാ ബസ്സും ഉണ്ട്. പറയുന്ന ഏത് ബസ് വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അടുത്ത ഏത് ബസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. ലോറിയൊക്കെ ഉണ്ട്, ഞാൻ ലോറിനെ എടുത്തില്ല, എടുത്ത് ലോറി സൂക്ഷിച്ച് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഗ്ലാസ് അടച്ചിടണം. നമുക്ക് കേവിനുള്ളിൽ കാണാം. ഞാൻ വൈപ്പർ ഇട്ടില്ല, വൈപ്പർ ഇട്ടിട്ട് തട്ടോ. ഇല്ല തട്ടില്ല. നമ്മൾ കാരണം അത്രയും വണ്ടി കൂടി പോയി. എന്ത് ചെയ്യാനാ? ഇതിന് 4 തരം ഹോണുണ്ട്. ഒന്നാമത്തേതാണത്, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്. ഇതുമ്പോഴെ എല്ലാ വണ്ടിയിലും കോമൺ ആയിട്ട് വരുന്ന ഹോണാണ്. ഞാൻ വെച്ചതാണ് ഹോണ്. തട്ടോ സംശയമുണ്ട്. മുമ്പൊക്കെ ഇപ്പോൾ ടോട്ടറൊക്കെ വിളിക്കേണ്ട അവസ്ഥയാണ്. ടോട്ടറൊക്കെ വിളിക്കാം. ഇത് പൈസ കൊടുക്കണം, പക്ഷെ എൻ്റെ പൈസ അല്ലാത്തതുകൊണ്ട് ഏഡ് കാണാണ്. ഏഡ് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മൾ ചെറിയൊരു ഏഡ് കണ്ടിട്ട് ടോട്ടൊക്കെ വിളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പോവാണ്. അയ്യോ, ഇതിൻ്റെ കേബിൻ്റെ ഉള്ള നിങ്ങൾ അങ്ങനെ കണ്ടില്ലല്ലോ. ഇതാണ് ഇതിൻ്റെ കേബിൻ്റെ ഉള്ള അറിയുന്നത്. നല്ല രസമാണ്. ഇതിൽ ഒന്നാമത്തെ ഒരു ബട്ടൺ എന്തിൻ്റെ എന്ന് എനിക്കറിയില്ല. എന്തിൻ്റെതാ എന്തിൻ്റെ ബട്ടണ നോക്കട്ടെ. ഗ്ലാസിൻ്റെ അതെന്തിൻ്റെ ഒന്നാമത്തെ മുന്നേത്തെ സാധനമാണ്. മുന്നേ സ്ഥലം പൊന്നിച്ചിടാം, ഗ്ലാസ് തുറന്നിടാം, കകത്ത് കയറാം, കേവിൻ്റെ ഉൾവശത്തിൽ കയറാം. നമ്മൾ ഓടിക്കാൻ ഇത്ര കംഫർട്ടാണ്. എനിക്കിങ്ങനെ കംഫർട്ട് തോന്നുന്നു, ഞാൻ അകത്ത് ഓടിക്കണം ആണ്. ഇതിലൊരു ഫസ്റ്റ് തന്നെ ഏഡ് വരും, അതാണ്. നമുക്ക് ഇവിടെ ബ്ലോക്ക് കാത്തു കുത്തിരിക്കുകയാണെങ്കിൽ റെഡി ആവില്ല. റിവേഴ്സ് എടുത്തിട്ട് നമ്മൾ ഇത് പോവാണ്, റോങ് സൈഡ് കയറുകയാണ്. എന്താവുമെന്നും എനിക്കറിയില്ല. എന്തോ വണ്ടി വരുന്നുണ്ട്, വണ്ടിയുടെ പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. കുറച്ച് കുത്തിച്ച് ഹോൺ അടിച്ച് നോക്കാം. ഇവിടെ ഹാൻഡ് ബ്രേക്ക് ഇടേണ്ട അവസ്ഥയാണ്. പുറത്ത് ഇറങ്ങി നോക്കട്ടെ എന്താ പ്രശ്നം. ഇപ്പോഴാണ് മനസ്സിലായത് ഈ വണ്ടി എടുത്ത് ഞാൻ നേരത്തെ കൊണ്ട് കുത്തിച്ച് ഞാൻ റിവൈൻഡ് ചെയ്തതാണ്. നമുക്ക് ഈ വണ്ടിനെ കൊട്ടെടുക്കാം. കോട്ട് പോട്ടെ. ഇപ്പം തുടങ്ങിയിരിക്കുമ്പോൾ വണ്ടിക്കാരെ തിരിച്ച്
വണ്ടി കയറിക്കിണ്ട് വീണ്ടും നമ്മളെ ഹാൻഡ് ബ്രേക്ക് റിലീസൊക്കെ പോവാണ്. സൂക്ഷിച്ച് വേണം പോകാൻ, അല്ലെങ്കിൽ വണ്ടി തട്ട് ഉറപ്പാ. ഹോൺ അടിക്കുക. വണ്ടി തട്ട് ഉറപ്പാണ്. മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. വൈപ്പർ ഒന്ന് ഇടാ, സ്ലോയിലിടാ. തട്ടോ. പതുക്കെ പോകുന്നുണ്ട്, കെയർഫുൾ ആവണം. ബാക്കിൽ വണ്ടി ഇല്ല. നമ്മുടെ ബാക്ക് ക്യാമറ ഒക്കെ ഉണ്ട് ജയ്ഗുരിന്. ഞാൻ ഇതിനൊരു കാര്യം പറയാൻ വിട്ടേക്ക്. ഈ ബസ്സിന്റെ പേര് ജയ്ഗുരു ആണ്. ജയ്ഗുരുവിന്റെ ഭഗവാൻ എന്ന് പറഞ്ഞ ബസ്സാണ്. നല്ല ഇടി വെട്ടുന്നുണ്ട്. പതുക്കെ പോകാം. അയ്യോ, തട്ടി മരവേശക്കുന്ന അവസ്ഥയാണ്. കിടച്ചിക്ക്. അല്ലാണ്ട് നമ്മുടെ വണ്ടി അതിൽ നിന്ന് എനിക്ക് ബ്രേക്ക് ചവിട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ വണ്ടിക്ക് ഗ്ലാസ് ഒക്കെ മുറിച്ചിട്ടാം. ഇനി വേണ ഉള്ളിൽ കയറും. വിലകി പിടിക്കാതായി നല്ലത്. നിറച്ച ആക്സിഡന്റ് ആണ്. ഇതിലൂടെ പോയാലോ? അയ്യോ, വരൂല. ഇതിലൂടെ പോവോ? തട്ടും. നല്ല ഇടിയും മഴയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാന്നറിയില്ല. പണി വാളോ എന്ന് സംശയമുണ്ട് എനിക്ക്. ഇതിന്റെ തിരക്കിലായിപ്പോയി. ഇത് നല്ല അടിപൊളി ഗ്രാഫിക്സ് ആണോ. നല്ല റിയൽ പറഞ്ഞ റിയൽ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വയനാടിന്റെ ചുരാണ്. നമുക്ക് റിവേഴ്സ് ഇറക്കാം. തട്ടുന്നുണ്ട്. വണ്ടിക്ക് നല്ല ഡാമേജ് ഉണ്ട്. റിപ്പയർ എന്ത് ചെയ്യാൻ നല്ല പൈസ ഉറപ്പാണ്. ഞാൻ പറഞ്ഞില്ല, അത് എനിക്ക് കുറച്ചധികം പരിചയമില്ല. അതൊന്നും അങ്ങനെ അറിയില്ല. വണ്ടിക്ക് ചെറിയ ലൈറ്റ് എടുക്കാം. ഞാനും വരണോ? നമ്മൾ വൈപ്പറൊന്നും കണ്ട സൈഡിൽ ഇങ്ങനെ ലൈറ്റ് തെളിയുന്നത്. നമുക്ക് തട്ടിട്ട് പോവാം. നമ്മൾ വീണ്ടും ഡോക്ടറൊക്കെ വിളിക്കുന്ന അവസ്ഥയാണ്. ഡോക്ടറൊക്കെ വിളിച്ചിട്ട് റെഡി ആവാം. ഡോക്ടറൊക്കെ വിളിച്ചിട്ട് നേരത്തെ ഡോക്ടറൊക്കെ വിളിച്ചപ്പോൾ അതേ അവസ്ഥയാണ്. ഇനി നിങ്ങൾ റീസ്റ്റാർട്ട് അടിച്ച് വരാം. റീസ്റ്റാർട്ട് അടിച്ച് വരുമ്പോഴത്തേക്കും റീസ്റ്റാർട്ട് അടിച്ച് വന്നിട്ട് കാണട്ടോ. നമ്മൾ റീസ്റ്റാർട്ട് അടിച്ചിട്ട് നമുക്ക് പോവാ. അയ്യോ, റിവേഴ്സ് ആയിപ്പോയി. പോവാണ് അങ്ങനെ. ലൈറ്റ് ഇടാം. അയാൾ കാണുന്നില്ല മുന്നോട്ട്.
മഴയില്ല, എന്നാൽ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ പോവാണ്. ഇതിലൂടെ വഴിയുണ്ടോ എന്നറിയില്ലെങ്കിൽ എന്തായാലും പോയി നോക്കാം. എവിടെയാണെങ്കിലും എത്തും. ഇവിടെ എവിടേക്കാ പോകേണ്ട അറിയോ? മനസ്സിലാവുന്നില്ലല്ലോ. നമ്മളങ്ങനെ ഒരു വിധത്തിൽ എത്തിപ്പെട്ടിക്ക് എത്തിപ്പെട്ട് ഏതാ സ്ഥലം നോക്കട്ടെ. അയ്യോ, പണി കിട്ടി. ഏതാ സ്ഥലം നോക്കിയാലോ. ചുറ്റിക്കറങ്ങ. ഏതാ? കണ്ട്. അയ്യോ, അവിടെ ഒരു ദാവയൊക്കെ ഉണ്ട്. ഇവിടെ ഇറക്ക പിടി കൊണ്ട് കുത്തിച്ച പണി കിട്ടും. നമ്മൾ ഇതിനെ ചുറ്റിപ്പോണ്. നല്ലോണം തട്ടുന്നുണ്ട് വണ്ടി. എന്തായാലും ഉറപ്പാണ് നല്ലൊരു പൈസ ചെലവുണ്ട് വണ്ടി നന്നാക്കാൻ. എൻ്റെ കയ്യിൽ പൈസ മൊത്തം ഞാൻ തീർക്കാൻ ചെയ്ത്. അതായത് കുറച്ച് നേരത്തെ ഈ വാതിൽ തുറന്നിട്ടെടുക്കാം. നല്ല കൂപ്പാട് ഇറങ്ങിണ്ടാവുന്ന ഉറപ്പാണ്. വണ്ടീനെ മുന്നൊക്കെ കണ്ടോ, ചതുങ്ങിപ്പോയിക്ക്. എന്താ ചെയ്യാനാ, നമുക്ക് പുറത്തിറങ്ങാം. അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂ അടിച്ചാൽ ഒരു ഉള്ളതും കൂടെ പോയി പോകും. കഥാവെ എന്തെങ്കിലും തിന്നാണ്ടോ നോക്കാം. ഓപ്പൺ ആണോ ആണെന്നാണ് തോന്നുന്നത്. അല്ല, ഇതെന്താ ക്ഷേത്ര മ്യൂസിയം എന്തോന്നാണ്. ഇനി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഉള്ളിൽ കയറി വെക്കാം. മ്യൂസിയം തന്നെയാണെന്നാ തോന്നുന്നതെങ്കിൽ മനസ്സിലാവുന്നില്ല. നമുക്കിതൊന്ന് ഫോട്ടോ എടുത്താലോ, സെൽഫി എടുത്താലോ? നമുക്ക് സെൽഫി എടുക്കാം. എന്താ ഇതാണ് ഞാൻ സെൽഫി എടുത്തേക്ക്. നമുക്ക് ഇനിമ്പളെ വണ്ടീനെ സെൽഫി എടുക്കാം. വണ്ടീൻ്റെ ഫോട്ടോ എടുക്കണം നമുക്ക്. പിന്നെ അത് മാത്രമല്ല, ഇതിലൂടെ ഇറങ്ങാൻ തോന്നുന്നു. പക്ഷെ ഞാൻ ഇതിലൂടെ വന്ന വഴി കൂടെ തന്നെയാണ്. അവിടേക്കും കയറാൻ നമുക്ക് അവിടെ നിന്ന് കയറി വെക്കാം. ഇതിലൂടെ കയറാൻ കയറില്ല. നമുക്ക് അപ്പുറത്തൂടേക്കും നമുക്ക് അന്ന് വണ്ടീനെ ഫോട്ടോ എടുത്തേക്കാം. വണ്ടീനെ ഫോട്ടോ എടുക്കണം. നമുക്ക് നമ്മളെ വണ്ടിയും കൂടെ ഉള്ള സെൽഫി എടുക്കണം. ചെറുക്കൻ കണ്ട അവിടെ. നമുക്കൊന്ന് വണ്ടീൻ്റെ ഉള്ളിൽ കയറി നോക്കാം. നമുക്ക് കണ്ടിന്യൂ അടിക്കണോ? രാത്രിയല്ലേ, പോവാ അവിടേക്ക്. കുത്തിച്ചു ഗായ്സ്, നമ്മൾ കുത്തിച്ചു. ഒന്നും കാണുന്നില്ല. നമുക്ക് റിവേഴ്സ് എടുക്കാം. പോവാണോ വേണ്ടേ? നമ്മളെ വീണ്ടും തിരിച്ച് പോവാണ്. ഫോണ് കുത്തിച്ച് ഞാൻ ഇതാവില്ല. ഫുള്ള് പൈസ കൊടുത്ത് ഞാൻ താകണോ?
ആവുന്നില്ല. ആക്സിഡൻറ്റോട്ട് നമുക്ക് തരാം. നമുക്ക് ഓട്ടോമാറ്റിക് എടുക്കാം. ജയ്ഗുരുവിൻ്റെ പ്രത്യേകതയാണ് ഓട്ടോമാറ്റിക്കാണ്. ജയ്ഗുരുവിനല്ല ഇതിൻ്റെ ഗെയിം. ജയ്ഗുരുവിന് എന്തുള്ള കാര്യം എനിക്കറിയില്ല, പക്ഷെ ഇതിനറിയാം. ഉള്ള ആക്സിഡൻറ്റ് നോക്കേണ്ട ആവശ്യമില്ല. ഓഫാക്കിയാൽ പോവും. റിവേഴ്സ് കൊണ്ടാണ് ഇതിൻ്റെ ഉപകാരം. അപ്പോഴാണ് മനസ്സിലായത് റിവേഴ്സാണ്. പോവാൻ സ്പീഡ് പോവാം.